കേട്ടോ പുളിയമലയിൽ നിന്ന് വരുന്നൊരു വഴിയാണ് കേട്ടോ. ഇത് നേരെ പോകുന്നത് നമ്മുടെ തൊടുപുഴയ്ക്ക്. ഇപ്പോൾ ഇതൊരു പുളിയമല തൊടുപുഴ ദേശീയ ഹൈവേ ആണ് കേട്ടോ. ഇത് ദാസപ്പന അവിടെ ഇരിക്കുന്നു. ഇതാണ് ഒരു വെയിറ്റിംഗ് ഷെഡല്ല, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ്. അത് വെയിറ്റിംഗ് ഷെഡ് തന്നെയാണ് കേട്ടോ. വലിയ മാവ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമുക്കൊരു 3 കിലോമീറ്റർ ഈ വഴി കൂടെ പോകാം കേട്ടോ. തനി പക്ക ഓഫ് റോഡാണ്. അതുകൊണ്ട് ഈ വഴി തീരുവാണ്. കാരണം വെച്ചാൽ ഇത് ഭയങ്കര ഇങ്ങോട്ടൊന്നും കയറാൻ പോലും പറ്റത്തില്ല. പക്ഷെ ഇങ്ങോട്ടൊക്കെ ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ല കയറാൻ പറ്റും. എന്നാൽ പോലും ആൾക്കാർ കയറുന്നുണ്ട് കേട്ടോ. പക്ഷെ 5 മണി അടുത്തായി, ഇരുട്ടാറായി. പക്ഷേ ഈ ഗോപുരയ്ക്കകത്ത് വഴി ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം ചിലപ്പം ഇരുട്ടായിട്ടായിരിക്കും തോന്നിക്കുന്നത് കേട്ടോ. പക്ഷെ എന്നാൽ പോലും വെട്ടമില്ല. നമ്മളിവിടുന്ന് യാത്രയാകുവാണ്. അപ്പം ഈ വഴിയിലൂടെയുള്ള ഒരു യാത്രയാണ് ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ വഴികളാണ്, ആനത്താരകളും. അത് തന്നെയുമല്ല, ഇതിനകത്ത് പോയി ഒരുപാട് കാട്ടുമൃഗങ്ങളുണ്ട് കേട്ടോ. അത് പോകും വഴി ഞാൻ പറയാം. ഇതാണ് നമ്മുടെ വഴി കേട്ടോ. എന്നാൽ പോലും ഭയങ്കരമായിട്ടുള്ള ഇപ്പം തന്നെ സമയം ഞാൻ പറഞ്ഞല്ലോ 5 മണി കഴിയാറായി. എന്നാൽ പോലും ഇപ്പം ഈ വഴിയുള്ള ഇരുട്ട് ഭയങ്കരം തന്നെയാണ് കേട്ടോ. എന്നാൽ ഇവിടുത്തെ ഈ വഴി കണ്ടോ, നല്ല പക്ക ക്ലിയറാണ് കേട്ടോ. ഒരു കുഴപ്പവുമില്ല. നമ്മുടെ പുളിയമല തൊടുപുഴ ദേശീയ ഹൈവേ ആണ് കേട്ടോ. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് ഒരു കാലഘട്ടങ്ങളിൽ രാത്രിയിൽ പോകാൻ ഏതൊരു മനുഷ്യർക്കും പേടിയാണ് കേട്ടോ. ഒരുപാട് കാട്ടുമൃഗങ്ങളുള്ള ഒരു വഴിയാണ്. അത് തന്നെയല്ല, കേരള പോലീസും കേരള ഫോറസ്റ്റും കൂടി ഒരുപാട് റിസ്ക് എടുത്തില്ല ഒരുപാട് ആൾക്കാരെ കടത്തിവിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ ആനത്താരയും ആനകളൊക്കെ ഉള്ള ഒരു വഴിയായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ. രാത്രി 6 മണി കഴിഞ്ഞ് ഇതിലെ പോകാൻ ഏതൊരു മനുഷ്യനും ഏതൊരു വണ്ടിക്കാരനും പേടിയായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ഏതൊരു മനുഷ്യനും കൊതിക്കും കേട്ടോ. അതുപോലെ നല്ല പച്ചപ്പാണ് ഈ ഒരു വഴി. ഇടുക്കി ജലാശയം, അതായത് നമ്മുടെ കുളമാവ് ഡാമിൻ്റെ മുകളിലൂടെയൊക്കെയാണ് ഈ ഒരു വഴി പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു വഴി യാത്ര ചെയ്യാൻ ഏറ്റവും തിരഞ്ഞെടുത്ത് ഇഷ്ടപ്പെട്ട് പോകുന്നൊരു വഴിയാണ് കേട്ടോ. എന്നാൽ പോലും നല്ല മഴയാണ്, നല്ല കാറ്റുമുണ്ട് കേട്ടോ. അപ്പം എൻ്റെ പുറയിൽ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. എന്നാലും പോലും ഉണ്ടല്ലോ ഇവിടുത്തെ ഈ വഴി കൂടെ ഒരു യാത്ര നല്ലതായിട്ട് ആസ്വദിച്ചാണ് ആൾക്കാർ പോകുന്നത്. അതായത് ഒരു തടസ്സങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. പക്ഷേ എന്നാൽ പോലും ഉണ്ടല്ലോ ഇതിൽ ഓടിക്കുന്ന ആൾക്കാരുടെ ഡ്രൈവിങ് പക്ക ഡ്രൈവിംഗ് ആണ് കേട്ടോ. അവരെ ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത്. കാരണം ഇവിടെ വണ്ടി നിർത്താനോ മറ്റുള്ള ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല, സാധ്യമല്ല കേട്ടോ. അവിടെ ഒരുപാട് നിബന്ധനകൾ നിറഞ്ഞ ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡുകളിലൊക്കെ വേണ്ട നിർത്തി ഫോട്ടോ എടുക്കാനോ ഫുഡ് കഴിക്കാനോ വനത്തിനുള്ളിൽ വേസ്റ്റ് വലിച്ചെറിയാനോ ഒന്നും പാടില്ല. കാരണം ഒരുപാട് ആനിമൽസ്, അതായത് കാട്ടുപോത്തും സിംഹവും ഒഴികെ എല്ലാ ജീവികളും ഇവിടെ ഉണ്ട് കേട്ടോ. മാനും കേഴ മാവ് ആന, പിന്നെ അതുപോലെ തന്നെ പക്ഷികൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മലയണ്ണാൻ ഉൾപ്പെടെ ഒരുപാട് ആനിമൽസ് ഉള്ള ഒരു വനപ്രദേശമാണ്. അത് കൂടാതെ ആയിരക്കണക്കിന് ഇനത്തിൽപ്പെട്ട പാമ്പുകളും, അതിലും പിന്നെ എന്തിനു പറയാൻ ഗുണങ്ങളുള്ള സസ്യങ്ങളും ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളും ഉള്ളൊരു വനപ്രദേശമാണ് നമ്മുടെ ഈ പുളിയമ്മല മുതലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ചെറുതോണി മുതലുള്ള നമ്മുടെ കുളമാവ് വരെയുള്ള വനപ്രദേശങ്ങളിൽ. രാത്രി കാലഘട്ടങ്ങളിൽ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ മഴയത്ത് യാത്ര ചെയ്യാൻ പേടിക്കുന്ന ഒരു കാലമുണ്ടാകും. പക്ഷേ കാറ്റും മഴയും പെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങൾ ഒടിഞ്ഞു വീഴുമായിരുന്നു, പെട്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് പോലീസുകാരും ഫോറസ്റ്റുകാരും ഫയർഫോഴ്സുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ആൾക്കാരെ കടത്തിവിട്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്നാൽ പോലും ജനങ്ങൾക്ക് വേനൽക്കാലങ്ങളിൽ പോകാൻ മടിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരമാണ് ആനിമൽസിൻ്റെ ശല്യം കൂടുതലുള്ളത്, അതായത് ആനകളുടെ. ഇതെല്ലാം ഈ കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് ഒടിഞ്ഞു വീണ മരങ്ങളാണ് കേട്ടോ. എല്ലാം വെട്ടി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ വഴിക്കടെ യാത്ര ചെയ്യാൻ നല്ലൊരു വൈബുള്ള യാത്രയാണ് കേട്ടോ. അതായത് നമ്മൾ എറണാകുളം സൈഡിലോട്ട് പോകുന്നവരും എറണാകുളം തൊടുപുഴയും മൂവാറ്റുപുഴയും നെടുമ്പാശ്ശേരി ഒക്കെ പോകുന്നവർ ഈ വഴിയാണ് കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. വഴി നല്ല വഴിയാണ്, യാത്ര ഡ്രൈവ് ചെയ്യാൻ നല്ല. പക്ഷെ ഒരുപാട് ഹെയർ പിന്നുകളുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ടുള്ള കയറ്റങ്ങളില്ല, ഒരുപാട് ഹെയർ പിന്നുകൾ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൺ അടിക്കരുത്. ഇടുക്കി വനത്തിലൂടെ യാത്ര ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ മടിയുള്ളൊരു വഴിയും കൂടിയായിരുന്നു കേട്ടോ. ഇപ്പം ഈ വഴി കൂടുതലും വിനോദസഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ വിനോദസഞ്ചാരികളും വിനോദ ടൂറിസമായിട്ടും അത് തന്നെയല്ല ഒരുപാട് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. ഒരു തടസ്സവുമില്ല. എന്നാലിപ്പം വേനൽക്കാലമായാൽ മാത്രമേ ആനിമൽസിൻ്റെ ശല്യമുള്ളൂ. പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഇല്ല കാണാൻ പറ്റും. എന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ, ഒരു വെള്ളച്ചാട്ടം. സ്റ്റെപ്പുകളിൽ ചാടി ഈ വെള്ളം ഒഴുകി പോകുന്നതുണ്ടോ. എന്നാലും ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച അതിമനോഹരമായിട്ടൊരു കാഴ്ചയാണ് കേട്ടോ. അങ്ങ് വിദൂര കാഴ്ചകളിൽ മലമുകളിൽ മുഴുവൻ മഞ്ഞാണ് കേട്ടോ. അപ്പം അതിലാണ് നമ്മൾ വന്നത്. നല്ല ആ ഹെയർ പിന്നെല്ലാം വളവുണ്ട്. ഒരു ബൈക്കുകാർ വരുന്നുണ്ട്.
ചെന്നാലും നമുക്കിത് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല ആസ്വദിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നാൽ വേറൊരു അപകടങ്ങളോ കാര്യങ്ങളോ തന്നെ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എന്നാൽ പോലും നല്ലൊരു വഴിയാണ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അസപ്പൻ അങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അതിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നു കേട്ടോ. ആ മരത്തിൻ്റെ വേരുകളൊക്കെ കീപ്പോട്ട് ഞാന്ന് കിടക്കണം കേട്ടോ. ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി നിർത്തി ഫുഡ് കഴിക്കാൻ പാടില്ല, വേസ്റ്റുകളൊന്നും ഇടാൻ പാടില്ല കേട്ടോ. എന്നാലും നമ്മൾ ഇവിടുന്ന് വീണ്ടും പോവുകയാണ്. താഴോട്ടൊക്കെ ആദ്യം ഭയങ്കരമായിട്ടുള്ള കൊക്കയാണ് കേട്ടോ. എന്നാൽ പോലും ഇതിൽ ഡ്രൈവ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു സുഖമാണ്. ഇവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം കാട്ടുമൃഗങ്ങൾ വെള്ളം കുടിക്കാൻ വരുന്നത് കേട്ടോ. ഇങ്ങോട്ടെല്ലാം നല്ല വികൃതമായിട്ടുള്ള വനങ്ങളാണ്. ഈ വനത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഒരുപാട് അരുവികളുണ്ട് കേട്ടോ. നമുക്ക് നിർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് നിർത്തി ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു സ്പേസാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും അവിടെ നിർത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ. അതുകൊണ്ട് ഞാനും അവിടെ നിർത്തിയാണ് കേട്ടോ. പക്ഷെ അവിടെ നിർത്തി ഞാൻ ഫോട്ടോ എടുത്തില്ല. അവിടെ നിർത്തി ഞാനൊരു വീഡിയോസ് അങ്ങ് എടുത്തു വെച്ചാൽ. നല്ല റോഡ്, ഒരു കട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല റബ്ബറൈസ്ഡ് റോഡാണ് കേട്ടോ. നമുക്കിനി കുറച്ച് മ്യൂസിക് കാണാം. അവിടെ ഒരു ബോർഡ് കണ്ടു, ആനകൾ റോഡ് മുറിച്ച് കടക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് പോവുമെന്ന് കേട്ടോ. അപ്പം നമുക്കൊരു പേടിയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ നമ്മൾ ഇച്ചിരി അഡ്വഞ്ചറായിട്ടാണ് നമ്മളത് ചെയ്തു പോയത്. ജീവൻ പണം വെച്ചുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നല്ല ഹൈവേ ആയതുകൊണ്ട് കുഴപ്പമില്ല. ആന ചിലപ്പം ചാൻസ് ഉണ്ട്, പക്ഷെ അങ്ങനെ ആരും ശല്യം ചെയ്തിട്ടില്ല എന്നാണ് അറിവ്. ഇപ്പം മഴയൊക്കെ അതിൻ്റെ പേരിൽ കാടിനുള്ളിൽ ഒരുപാട് വെള്ളങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അങ്ങനെ മുറിച്ചെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ. ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വായിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ റോട്ടിലൂടെ യാത്ര നമ്മൾ ചെയ്യാൻ തോന്നുകയില്ല കേട്ടോ. പക്ഷെ അതുപോലെ ബോർഡുകൾ വയ്ക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വനപ്രദേശം നല്ല വൃത്തി മെനയായിട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ വിനോദസഞ്ചാരികളും ടൂറിസ്റ്റ് സഞ്ചാരികളും ഈ ഇവിടെ മുഴുവൻ റോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നശിപ്പിക്കും കേട്ടോ. തന്നെയാണെങ്കിലും നല്ലൊരു കാര്യമാണ് കേട്ടോ. റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ്. ഇങ്ങോട്ടും മഴ പെയ്തിട്ടില്ല കേട്ടോ. എന്താ ഇവിടെ ഇട്ടുണ്ട്, ശ്രദ്ധിച്ച് പോവുക, വന്യമൃഗങ്ങൾ റോഡ് മുറിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടെ ഈ ബോർഡ് വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ആനയും കാട്ടുമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്നത് കേട്ടോ. വേനൽക്കാലമായാൽ അപ്പം അങ്ങനെയാണ് വെച്ച ബോർഡാണത്. ഇപ്പോഴും ആ ബോർഡിനെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് ആ ബോർഡിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നല്ല സെറ്റാണ് കേട്ടോ. നല്ല വഴി. അവിടെ ഒരു കുരങ്ങിരിക്കുന്നുണ്ടായിരുന്നു. നമ്മളത് തീർത്ത് കുഞ്ഞായിരിക്കുന്നു. പക്ഷേ നമ്മൾ വണ്ടി നിർത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കല്ല മനസ്സിലായത് അതിന് ചുറ്റും വേറെ കുരങ്ങളുണ്ടാവും. ഇപ്പം നമ്മളെ കടിച്ചു പറിച്ചേനെ. ഒത്തിരി ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കണ്ടോ. ഈ നന്ദി വീണ്ടും വരിക അറക്കുളം ഗ്രാമപഞ്ചായത്ത്. ഇവിടെ ഒരുപാട് ബോർഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് ശരിക്കും ആനകളുടെ ആവാസ കേന്ദ്രം കേട്ടോ. ഇവിടെയാണ് ശരിക്കും ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നൊരു ഭാഗം. ഇവിടെ ഒരു ചെക്ക് ഡാമൊക്കെ ആയിട്ട് ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആനകൾ വെള്ളം കുടിക്കാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ആനകൾക്ക് അവിടെ ഒരു ചെക്ക് ഡാമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ കാട്ടുമൃഗങ്ങൾ അവിടെ വെള്ളം കുടിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ബോർഡുകളും കൂടുതൽ വെച്ചിരിക്കുന്നത്. വേനൽക്കാലം ആകുമ്പോഴാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ബസ് നമുക്ക് കിട്ടി. അതിൻ്റെ പേര് വായിക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ടൊക്കെ ഒരുപാട് നല്ല സസ്യങ്ങളാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ്. നമുക്കതിൻ്റെ പേരറിയത്തില്ല, അല്ലാതെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും.
അതായത് ഈട്ടി, തേക്കും, മരുതും, വാകയും, ഈരുവാകയും, അതുപോലെ തന്നെ അവനെ ഈട്ടി, ചന്ദന നിപ്പുണ്ട്, പൂവരസ്, സിൽവർ റോക്ക്, വട്ട, ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. ചെറുതോണി കട്ടപ്പന നേരെയാണ് ബോർഡ് കേട്ടോ. ചെറുതോണി ഇവിടുന്ന് ഇനിയുണ്ട് കേട്ടോ. തൊടുപുഴ പുളിയമല റോഡ്. ഇവിടെയാണ് കേട്ടോ നമുക്കൊരു വെഹിക്കിൾ ഷെഡും അടുത്തൊരു ആൾക്കാരൊന്നുമില്ല, അടുത്തൊരു കാണാൻ പറ്റിയ ഒരു നല്ല വെഹിക്കിൾ ഷെഡ്. അവിടെ എന്തോ സർക്കാർ പ്രസ്ഥാനമൊക്കെയാണ്. പിന്നെ അത് തന്നെയുമല്ല, നമ്മുടെ കുളമാവ് സിറ്റിയിൽ നിന്ന് നമുക്ക് ഏകദേശം 26-27 കിലോമീറ്റർ ഉണ്ടോ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ. പിന്നെ അതുപോലെ ഹോസ്പിറ്റലിനും. പൈനാവിന് അല്ല, കുളമാല അങ്ങനെ ഹോസ്പിറ്റലില്ല. നമുക്ക് പൈനാവാണ് നമുക്ക് വലിയ ഹോസ്പിറ്റൽ ഉള്ളത്. പക്ഷേ അത്രയും ദൂരമാണ് നമ്മുടെ ഈ ഒരു വനത്തിലൂടെയുള്ളൊരു യാത്ര. അപ്പോൾ അത് തന്നെയുമല്ല, പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും ഉള്ളത്. പോസ്റ്റ് ഓഫീസിൽ ഇതുവരെ ധാരാളമുണ്ട്. പോലീസ് സ്റ്റേഷനുള്ളത് നമ്മുടെ കുളമാവിൽ തുടങ്ങിയാൽ പിന്നെ ഉള്ളൊരു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടുക്കിയിലാണ് കേട്ടോ. ഒരു കടകളോ മറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ അടിക്കുന്നവരുണ്ടെങ്കിൽ കരിമറ്റോ മുട്ടോ ആ ഭാഗത്തൊക്കെ അടിച്ചിട്ട് പോയുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ അടുത്ത് ഇനി ചെല്ലുന്നൊരു സ്ഥലം പറയാം കളക്ട്രേറ്റ് പടിയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ കളക്ട്രേറ്റ് കാര്യാലയം, അതായത് സിവിൽ സ്റ്റേഷൻ ഇടുക്കി. പട്ടിയുടെ ഓട്ടം കണ്ട് നമ്മളെ ഇപ്പോൾ തിരിഞ്ഞെന്ന് പറയലാണ്. പിന്നെ ഇവിടെ തൊട്ട് താഴെ ഒരു സ്ഥലമാണ് കുയിലുമല. അതപ്പുറയാണ്. 2018 പ്രളയകാലത്ത് ഇതെല്ലാം ഇടിഞ്ഞു പോലെ ആക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് ഈ ഭാഗത്തോട്ടുള്ള റോഡുകളൊക്കെ ഒരുപാട് താഴ്ന്നു കേട്ടോ. 2018 പ്രളയകാലത്ത് കേരളത്തിൽ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ പോകാത്ത വഴികളില്ല കേട്ടോ. എല്ലാം ഇടിഞ്ഞ് പറഞ്ഞ് നാശകോശമായി പോയ ഒരു കാലമായിരുന്നു. ഒരുപാട് നമ്മുടെ ഗവൺമെൻറ് കഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടുത്തെ റോഡുകളൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് കേട്ടോ. ഗുണം ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഭാഗം നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് കേട്ടോ. നല്ല പാറക്കെട്ടുകൾ കണ്ട്, ഇതൊക്കെ കണ്ടോ, സൂപ്പർ പാറക്കെട്ടാണ് കേട്ടോ. ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ഇടുക്കി ജലാശയം കിടക്കുന്നത്. അപ്പം ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. വഴിയുണ്ടോ നല്ല വളഞ്ഞു പൊളിഞ്ഞ് നല്ല രീതിയിൽ കിടക്കുന്നത്. അപ്പോൾ റോട്ടിൽ കൂടെയൊക്കെ ഉറവയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മഴ തുടങ്ങിയിട്ടില്ല. മഴ തുടങ്ങി കഴിയുമ്പോൾ അറിയാം ഇനി ഇവിടുത്തെ റോട്ടിലെ ഉറവയൊക്കെ ഇനി എന്തോരമാണെന്നുള്ളത്. വണ്ടിയൊക്കെ ഉണ്ട്, നല്ല ഒഴുകാണ്. അതുപോലെ നല്ല 2 വരിപ്പാത റോഡാണ് കേട്ടോ. 2 വരിപ്പാത റോഡാണെങ്കിലും നല്ല ഡ്രൈവ് ചെയ്യാൻ കേട്ടോ ഇതിൽ കേട്ടോ. അപ്പോൾ ഇത്രയും ദൂരം നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഇവിടെ ഒരു മറ്റുള്ള വണ്ടിയുടെ ആക്സിഡൻറ്റ് നടന്ന ഭാഗങ്ങളൊന്നും കാണാനൊന്നുമില്ല കേട്ടോ. എന്നാലും നല്ല ജാഗ്രതയില്ല. കാരണം ഇത്രയും ബോർഡുകൾ ഇവിടെയൊക്കെ വെച്ചതിൻ്റെ പേരിലാണ് കേട്ടോ. നല്ല വീതിയും നല്ല റോഡും. ലഭ്യമാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലും വാരിക്കേടില്ല കേട്ടോ. കാരണം അതുപോലെ സൂക്ഷ്മമായിട്ടാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് ഈ റൂട്ട്. അടുത്തതിന് നമുക്കിനി പൈനാവാണ് കേട്ടോ. പൈനാവ് നാട്ടിലൊക്കെ ഒരുപാട് ഗവൺമെൻറ് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്.
ഉണ്ടോ ഒരുപാട് പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. കട്ടപ്പന 30 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നാട്ടുമാമയെ ചതിക്കില്ല കേട്ടോ. വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്താണല്ലോ കിട്ടും വണ്ടികളൊക്കെ. അത് താഴോട്ട് അങ്ങനെ ബോട്ടിങ്ങൊക്കെ ആയിട്ട് പോകാൻ കേട്ടോ. പക്ഷെ അത് സർക്കാരിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് മാത്രമേ ആ വഴി പോകാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ ഇടുക്കി ജലാശയം കാണിക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഇത് നല്ല ഇല്ലിയാണ് കേട്ടോ. പഴുക്കി വട്ടികൾ കിടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ചോസുകളൊക്കെ നിർത്തിയിട്ടിട്ട് ഭക്ഷണം കഴിക്കും കേട്ടോ. അതൊക്കെ തിന്നാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. റോഡിൻ്റെ സൈഡിൽ ഇല്ലി നിൽക്കുന്നതുണ്ടോ. ഇത് പട്ടികളല്ല കേട്ടോ, ആടുകളാണ്. ഒരുപാട് ആടുകളുണ്ട്. ഒരു KSRTC ചെറുതോടി 4 കിലോമീറ്റർ. അയ്യോ, നല്ല വനമാണ് കേട്ടോ, നല്ല. പക്ഷേ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് ഇറങ്ങി പോകുന്നതാണ് കേട്ടോ. എല്ലാം മൂവാറ്റുപുഴ തൊഴിലേക്ക് പോകുന്നതാണ്. അപ്പം നേരത്തെ പോവുകയാണ്. ഇപ്പം ഞാൻ ഇടുക്കി ജലാശയമാണ് കേട്ടോ. അങ്ങ് താഴെ കാണാനല്ല. അന്ന് എല്ലാം ഭയങ്കര മരങ്ങളാണ് കേട്ടോ, ഭയങ്കര മരങ്ങൾ. ഇതാണ് നമ്മൾ കുയിലുമല. ഒരു ചെറിയൊരു ഭാഗം ഷൂട്ട് ചെയ്താണ് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇവിടെയാണ് കേട്ടോ കൊലമ്പൻ സമാധി. ഇതാണ് നമ്മുടെ കുളമാവിൽ നിന്ന് നേരെ ചെറുതോണി വരെയുള്ള ഒരു വനത്തിലൂടെയുള്ളൊരു യാത്ര. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും